ഹായ് അസ്സലാമു അലൈക്കും. അപ്പോൾ വീട്ടിൽ കിടന്ന് പണിയായത് മോക്കാട്ടോ. കാരണം കൈക്ക് വയ്യാത്തതുകൊണ്ട് മൊത്തം പണി എൻ്റെ പൊന്നു മോക്കായിട്ടോ. പക്ഷെ ആൾ ഹാപ്പിയാണ്. ഞാൻ ഒരു കൈയോട് സ്പൂണോട് തിന്നാന്ന് പറഞ്ഞാലും ആൾ സമ്മതിക്കില്ല കേട്ടോ. അതിനോട് പറയും ഉമ്മാക്ക് തന്നിട്ട് ഞാൻ തിന്നു. മാഷാ അല്ലാ, ഇങ്ങനെ മക്കളെ കിട്ടി ഭയങ്കര ഭാഗ്യമാണ്. മാഷാ അല്ലാ, മാഷാ അല്ലാ. പക്ഷേ എന്നാലും എനിക്ക് ഭയങ്കര സങ്കടം കേട്ടോ. എന്നോട് പറയും ഉമ്മ അതൊന്നും ടെൻഷൻ ആവേണ്ട, ഉമ്മാക്ക് തിന്നിട്ട് ഞാൻ തന്നു. ഞാൻ പറയും മോളെ നീ കഴിക്കുന്നെല്ലാം പറയും. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു അവസ്ഥയിൽ പെട്ടു കേട്ടോ. അപ്പോൾ ഇന്നില്ലേ എന്നെ കാണാൻ വേണ്ടിയിട്ട് എൻ്റെ അമ്മേൻ്റെ വീട്ടിൽ നിന്ന് പെങ്ങളും അമ്മായിമാരും എല്ലാവരും വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഒന്നും എന്നോട് പറഞ്ഞ കടികളൊന്നും വേണ്ട, അവരെല്ലാം കൊണ്ടുവരുന്നു. കാരണം തലശ്ശേരി ആയത് കൊണ്ട് തന്നെ അവർ എന്തൊക്കെ കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പാവം. കാരണം ഞാനും എൻ്റെ ഒരു അവസ്ഥ ഇങ്ങനെ ആയിപ്പോയി. പിന്നെ ഉമ്മാക്കൊന്നും പറ്റില്ലല്ലോ, ഉമ്മ ഒറ്റക്കാണല്ലോ, മക്കൾ എല്ലാം ഉണ്ടല്ലോ. അപ്പം അങ്ങനെ അവരെത്തി കേട്ടോ. അവരെത്തി എല്ലാം റെഡി, അവരെല്ലാം ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പാവം പെങ്ങൾ തന്നെയാണ് വന്ന് കോഫിയെല്ലാം ഉണ്ടാക്കിയത്. എന്നോട് പറഞ്ഞു എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഞാൻ ചെയ്തോളാന്ന്. കാരണം നമ്മൾ അങ്ങോട്ട് ചെയ്യേണ്ട കാര്യമാണ് പെങ്ങൾ ഇങ്ങോട്ട് ചെയ്തു തരുന്നത്. പിന്നെ ഞാൻ അമ്മായിമാരെല്ലാവരും ഉണ്ടായിരുന്നു, അവരെ പോയിട്ട് വിളിച്ച്. കാരണം അവർക്ക് ചായ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ട്. പിന്നെ എൻ്റെ കല്യാണ ആൽബമായിട്ട് ഇവരെല്ലാം നോക്കുന്നത്. എപ്പോഴും ഇങ്ങനെ വല്ലപ്പോഴും ഇങ്ങനെ വരുന്ന സമയത്ത് നോക്കും. കാരണം ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ ഒരുപാട് മെമ്മറീസാണ്. കാരണം അതിൽ ഓരോ ഉപ്പ ഉമ്മ എല്ലാവരും മരണപ്പെട്ടു പോയി. അപ്പോൾ അവരെല്ലാം ഫോട്ടോസും കാര്യങ്ങളും കാണുമ്പോൾ തന്നെ നല്ലൊരു ഓർമ്മകളും അങ്ങനത്തെയൊക്കെയാണ് കേട്ടോ. പിന്നെ കുറച്ച് കാര്യങ്ങളെല്ലാം സംസാരിച്ച് സൊറ പറഞ്ഞു, അങ്ങനെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. പിന്നെ എന്താ വെച്ചാൽ നമുക്ക് എന്താ പറയുക, ഈ ഒരു അവസ്ഥയിൽ നമ്മളിങ്ങനെ കാണാൻ വരുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. കാരണം എന്താ പറയുക, ഒരു വല്ലാത്തൊരു ഫീലാണ് ഇങ്ങനെ ഇങ്ങനെ ആയിട്ട് കാണാൻ വരുന്നതെല്ലാം. അപ്പം അമ്മായിമാരുടെ അത് സംസാരിച്ചു. പിന്നെ കുറേ മുന്നത്തെ എൻ്റെ ഫോട്ടോസും കാര്യങ്ങളെല്ലാം അവർ നോക്കി സംസാരിച്ചു. പിന്നെ എല്ലാവരും ചായ കുടിക്കാൻ വേണ്ടിയിട്ട് വന്നു കേട്ടോ. അപ്പം അമ്പി എല്ലാവരും ഉണ്ടായിരുന്നു കാണാം. അമ്പിയെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അടിപൊളി സ്നാക്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞങ്ങൾ സ്പെഷ്യൽ സേമിയ ബിരിയാണി, പിന്നെ ബർഗർ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ സ്പെഷ്യലായിട്ട് നല്ല അടിപൊളി കായ്പോള അങ്ങനെ എന്തൊക്കെയോ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതൊക്കെ അതിന് ശേഷം എൻ്റെ വീട് എടുക്കുന്നുണ്ട്. പക്ഷെ അതിൻ്റെ സ്ഥലത്തിൽ കുറ്റി അടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെയെല്ലാം ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്ത് ഇവർക്കെല്ലാം. അപ്പോൾ ഇൻഷാ അള്ളാ ഒരുപാട് നല്ല നല്ല ആഗ്രഹങ്ങളുണ്ട്. എത്രയും പെട്ടെന്നൊരു വീടാവാനും ആ വീട്ടിൽ നിന്നിട്ട് എന്താ പറയുക നല്ലൊരു വ്ളോഗറായി മാറാനും വേണ്ടിയിട്ട് എല്ലാവർക്കും ഒരു ആഗ്രഹമുണ്ട്. നിങ്ങളെല്ലാവരും ദുആ ഉണ്ടെങ്കിൽ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എല്ലാം ശരിയാണെന്നുള്ള ആത്മവിശ്വാസം ഉണ്ട് കേട്ടോ. അപ്പം പ്ലാനെല്ലാം ആക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി മഴയൊന്ന് കഴിയട്ടെ, എല്ലാം ചെറുങ്ങനെ തുടങ്ങണം ഇൻഷാ അള്ളാ. പിന്നെ എല്ലാവരും സപ്പോർട്ടും ദുആ ഉണ്ടെങ്കിൽ എല്ലാം നടക്കും എന്നുള്ള ആത്മവിശ്വാസം ഉണ്ട് കേട്ടോ. അതിനു മുമ്പ് എൻ്റെ ഈ ഒരു ചാനലൊന്ന് സെറ്റാക്കിയിട്ട് വേണം എനിക്ക് എല്ലാം ഒന്നു മുതൽ തുടങ്ങാൻ വേണ്ടി. കാരണം ഒരാൾ ഇല്ലേ ഒന്നും ചെയ്യാൻ പറ്റാത്ത എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഹെൽപ്പും എൻ്റെ ഹസ്ബൻഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതല്ലേ ഏറ്റവും നല്ലത്. അതുകൊണ്ട് തന്നെയാണ് ഒരു വ്ളോഗും ചാനലും എല്ലാം തുടങ്ങിയതും. അതിനു വേണ്ടി ഇത്രയും കഷ്ടപ്പെടുന്നു. ഒന്നും ക്ലോത്തിലില്ലെങ്കിലും ഒരുപാട് പ്രയത്നിച്ചാൽ മാത്രമേ എന്തെങ്കിലും ആവാൻ പറ്റൂ. അങ്ങനെ അവരുമായിട്ടൊന്ന് പുറത്തേക്ക് ജസ്റ്റ് ഇറങ്ങിയതാണ്. പിന്നെ തിരിച്ച് വീട്ടിലേക്ക് വന്ന് പെങ്ങൾ ഉണ്ടാക്കിയതാണ് സേമിയ ബിരിയാണി. രാത്രി അതൊക്കെ ഒന്ന് കഴിക്കാൻ. പിന്നെ വൈകുന്നേരം കുറച്ചൊക്കെ സ്നാക്സും കാര്യങ്ങളും കഴിച്ചുകൊണ്ട് ആർക്കും അങ്ങനെ വിശപ്പില്ല. ഞങ്ങൾ അടിപൊളി സേമിയ ബിരിയാണി ചെമ്മീനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പാവം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബൈ ബൈ.